യൂത്ത് ലീഗ് പ്രവർത്തകൻ ഒതായി മനാഫിനെ കൊലപ്പെടുത്തിയ കേസിൽ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖ് കുറ്റക്കാരൻ. ഷഫീഖിനെതിരായ കൊലക്കുറ്റം തെളിഞ്ഞതായി മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കും. 30 വർഷത്തെ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷമാണ് നിർണായക വിധി. യൂത്ത് ലീഗ് പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ഒതായി പള്ളിപ്പറമ്പൻ മനാഫിനെ 1995 ഏപ്രിൽ 13 പട്ടപ്പകലാണ് ഒതായി അങ്ങാടിയിൽ വെച്ച് അടിച്ചും കുത്തിയും കൊലപ്പെടുത്തിയത്. കേസിൽ 3 പ്രതികളെ കോടതി വെറുതെ വിട്ടപ്പോൾ ഒന്നാം പ്രതി മാലങ്ങാടൻ ഷഫീഖിനെതിരായ കൊലക്കുറ്റം നിലനിൽക്കുന്നുവെന്ന് കോടതി വ്യക്തമാക്കി. വിധിയിൽ സംതൃപ്തിയെന്നും 3 പ്രതികളെ വെറുതെ വിട്ട നടപടിക്കെതിരെ അപ്പീൽ നൽകുമെന്നും കുടുംബം. ഈ വിധിയിൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഇത്രയെങ്കിലും മറ്റ് പ്രതികളെ വെറുതെ വിട്ട കാര്യത്തിൽ ഞങ്ങൾ ഹൈക്കോടതിയിൽ റിവിഷൻ പെറ്റീഷനൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കേസിൽ വെറുതെ വിട്ട 3 പ്രതികളെയും ഞങ്ങൾ അപ്പീൽ നൽകും എന്ന് തന്നെയാണ്. ഇനിയും അക്കാര്യത്തിൽ ഞങ്ങൾ അസംതൃപ്തി, ആദ്യത്തെ കേസിൽ ഞങ്ങൾ അസംതൃപ്തരാണെങ്കിലും അവരെ ഹൈക്കോടതിയിൽ നിന്ന് ശിക്ഷിപ്പിക്കാനുള്ള പരമാവധി ശ്രമങ്ങൾ കുടുംബം എന്നുള്ളതിൽ ഞങ്ങൾ നടത്തും. മുൻ MLA PV അൻവറിന്റെ സഹോദരി പുത്രനാണ് ഷഫീഖ്. കേസിലെ 2ാം പ്രതിയായിരുന്ന PV അൻവർ ഉൾപ്പെടെ 21 പ്രതികളെ നേരത്തെ മഞ്ചേരി അഡീഷണൽ സെഷൻസ് കോടതി വെറുതെ വിട്ടിരുന്നു. മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജ് AV ടെല്ലസ് ആണ് വിധി പുറപ്പെടുവിച്ചത്. മാലങ്ങാടൻ ഷഫീഖിനെതിരായ ശിക്ഷ നാളെ വിധിക്കും. 3ാം പ്രതി മാലങ്ങാടൻ ഷെരീഫ്, 17ാം പ്രതി കോട്ടപ്പുറം മുനീബ്, 19ാം പ്രതി കബീർ എന്ന ജാബിർ എന്നിവരെയാണ് വെറുതെ വിട്ടത്. മനാഫിനെ കത്തികൊണ്ട് കുത്തി കൊല നടത്തിയത് 1ാം പ്രതിയാണ് എന്നുള്ളത് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടുണ്ട്. 30 വർഷത്തെ ഈ ഒരു പോരാട്ടത്തിന് റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് ഒരു സിസ്റ്റവും ഇവരുടെ പുറകെ നിന്നിട്ടില്ല എന്നുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വിധി അവർക്ക് സംതൃപ്തി നൽകുന്ന കാര്യമാണ്. കൊലപാതകത്തിന് ശേഷം PV അൻവറിന്റെ 2 സഹോദരി പുത്രന്മാരടക്കം 4 പ്രതികൾ 25 വർഷം ഒളിവിൽ കഴിയുകയായിരുന്നു. ന്യൂസ് മലയാളം, മലപ്പുറം.